ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാൾ, അത് കുറേ നാളുകളായി ബി.ജെ.പി. അണികളുടെ ആവശ്യമാണ്. സുരേന്ദ്രന് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു നേതൃപാടവം സുരേന്ദ്രന് ഇല്ല എന്ന് പലരും ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടേക്ക് അമിത്ഷായുടെ നിർദ്ദേശത്തോടു കൂടി ഒരാൾ വരുന്നു ദേശീയ തലത്തിൽ നിന്ന്. എന്താണ് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ബി.ജെ.പി. രക്ഷപ്പെടാനുള്ള? ധന്യ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുറവിളി ഉണ്ടായിരുന്നു. നേതൃസ്ഥാനത്തിൽ അധ്യക്ഷ സ്ഥാനത്തിൽ ഒരു മാറ്റം വളരെ രീതിയിലുള്ള ഒരു അനിവാര്യതയാണ്. കേരളത്തിൽ ബി.ജെ.പി. പച്ച പിടിക്കണമെങ്കിൽ സുരേന്ദ്രൻ മാറണമെന്ന് അണികൾക്കിടയിൽ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ ഈ ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് കേട്ടതാണ്. എന്നാൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുരേന്ദ്രൻ തന്നെ തുടങ്ങിയ അഭിപ്രായങ്ങളും അതുപോലുള്ള നിലപാടുകളൊക്കെ പല നേതാക്കളും ഉന്നയിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നൊരു കാര്യമാണ്, ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്രത്തിലെ പല മന്ത്രിമാർ തന്നെയാണ് ഇത്തരമൊരു താല്പര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് രാജീവ് ചന്ദ്രശേഖരനുമായി അമിത്ഷാ ഒരു കൂടിക്കാഴ്ച അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ജനുവരി 20-നോ അല്ലെങ്കിൽ അതിനുശേഷമോ 20-നോ 25-നോ ഇടയിൽ തന്നെ ഒരു മാറ്റം, അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ഇതുമായിട്ട് വലിയൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ബി.ജെ.പിയിൽ വളരെ കടുത്ത രീതിയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും അതുപോലുള്ള മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിനോട് തനിക്ക് താല്പര്യമുള്ള, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് താല്പര്യമില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു അഭിപ്രായം എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തായാലും ജനുവരി 20-25 തീയതി ഇതിന് ഇടയിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ രാജീവ് ചന്ദ്രശേഖരനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിലെ ബി.ജെ.പിക്ക് ഒരു പുതിയൊരു മാറ്റം തന്നെയായിരിക്കും. കാരണം വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് പല മേഖലയിൽ. അപ്പോൾ വലിയൊരു ആളുകൾക്കിടയിൽ വലിയൊരു ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ട്, അതായത് അത്രയും വലിയ കഴിവുള്ളൊരു വ്യക്തി, അത്രയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരു വ്യക്തി ബി.ജെ.പിയുടെ ഒരു അധ്യക്ഷനായിട്ട് വരുന്നു എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് ഒരു വലിയൊരു മൈലേജ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തിരുവനന്തപുരത്തടക്കം ശശി തരൂരിനെതിരെ മത്സരിച്ചിട്ട് വലിയ രീതിയിലുള്ളൊരു വോട്ട് അദ്ദേഹത്തിന് നേടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെതായ മൈലേജ് ഉണ്ടാവും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ പല ആളുകൾക്കും അദ്ദേഹം സുപരിചിതരനല്ല. ബി.ജെ.പിക്ക് ഇടയിൽ തന്നെ പല അണികൾക്കിടയിലും അദ്ദേഹം വലിയ രീതിയിൽ സുപരിചിതരനല്ല. അദ്ദേഹം കേരളവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ ചില കോണുകളിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായം ഈ രാജീവ് ചന്ദ്രശേഖരന് പകരം ശോഭാ സുരേന്ദ്രനാണ് ആ സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത് തുടങ്ങിയ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. കാരണം ശോഭയ്ക്ക് കേരളത്തിലെ ബി.ജെ.പി. അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമാണ്. കേരളത്തിലെ ഒരു റോക്ക് സ്റ്റാറാണ്, ഒരു സൂപ്പർ സ്റ്റാറാണ്, ബി.ജെ.പിയിലെ ഒരു സൂപ്പർ സ്റ്റാറാണ്, സൂപ്പർ ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും മികച്ച തീരുമാനം. രാജീവ് ചന്ദ്രശേഖരനല്ല ആ ഒരു സ്ഥാനം കൊടുക്കേണ്ടതെന്ന അഭിപ്രായവും വരുന്നുണ്ട്. തീർച്ചയായിട്ടും ബി.ജെ.പിയിൽ ഒരു വലിയ മാറ്റം വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ബി.ജെ.പി. എന്നുള്ള ഒരു പാർട്ടി ഇവിടെ തഴച്ച് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മൂന്നാം മുന്നണി വേണം എന്ന് ജനങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഏകദേശം 10 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് 1-ാം സ്ഥാനം എത്താൻ കഴിഞ്ഞത്. മാത്രമല്ല ചേലക്കരയിലെ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ 10,000 വോട്ടിൻ്റെ വർധനവ് നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്നൊക്കെയുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷേ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളില്ല എങ്കിൽ ഒരു പാർട്ടിക്കും നിലനിൽപ്പില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുരേന്ദ്രന് കഴിവില്ല എന്നോ, അല്ലെങ്കിൽ സുരേന്ദ്രൻ അണികൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ നിലപാടുകൾ മാത്രം അടിച്ചേൽപ്പിക്കുകയാണെന്നോ അങ്ങനെയൊന്നുമല്ല. ഒരു നേതൃമാറ്റം ആവശ്യമാണ്. മറ്റൊരാൾ പാർട്ടിയിലേക്ക് വന്നാൽ ആ പാർട്ടിയുടെ ഒരു മാറ്റം എങ്ങനെയായിരിക്കും? അതിപ്പോൾ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചതാണ്. അദ്ദേഹം ഒരു സുപരിചിതനല്ല എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശോഭാ സുരേന്ദ്രനെ ഒരുപാട് BJP പ്രവർത്തകർ ആയ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരട്ടെ. ഒരു വനിത അധ്യക്ഷയായി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു മാറ്റം BJPയിൽ ഇപ്പോൾ അനിവാര്യമാണ്. പ്രത്യേകിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ BJPക്ക് വലിയൊരു മാറ്റം ഉണ്ടാകണം. BJP എന്ന പാർട്ടി വിജയിച്ച് വരണം. പല മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വ്യക്തികൾക്കപ്പുറം പാർട്ടിയെ കൂടി സ്നേഹിക്കുന്നത്. ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള ആളുകളുടെ ഒരു മമതയാണ് ഒരു പക്ഷേ ഇത്രയും വലിയ നേട്ടം അദ്ദേഹത്തിന് വോട്ടായി മാറി കിട്ടിയത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പലരും അങ്ങനെ പറയുന്നുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, വ്യക്തികൾക്കപ്പുറം പാർട്ടിയെ സ്നേഹിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ആ പാർട്ടിയാണോ എന്ന് നോക്കി വിജയിപ്പിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കൈക്കേ വോട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ പാർട്ടിയോടാണ് ആളുകൾക്കൊക്കെ ഒരു വലിയ മമത, സ്നേഹം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വ്യക്തികളെ നോക്കാതെ പാർട്ടിയെ നോക്കി ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയെ നോക്കി ആളുകൾക്ക് കാര്യങ്ങൾ ഇന്ന പാർട്ടി വരട്ടെ എന്ന് തീരുമാനിക്കണമെങ്കിൽ വ്യക്തികൾക്കപ്പുറം പാർട്ടി വളരണം. പാർട്ടി വലിയ രീതിയിൽ വളർന്ന് പന്തലിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അണികൾക്ക് വരെയുണ്ട്. കാരണം ഇതിന്റെ മറ്റു പാർട്ടിയിലുള്ള ആളുകളെ പോലെ അല്ല ഇതിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന അണികൾ എന്ന് പറയുന്നത്. അവരുടെ ജീവനും ജീവിതവും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുന്ന അണികളാണ്. അവരുടെ ജോലിയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ പാർട്ടി വളരണം എന്ന് ഒരു കാലഘട്ടത്തിൽ BJP എന്ന് പറയുമ്പോൾ മാറ്റി നിർത്തിയിരുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ BJPക്ക് ഒരു MP ആയി കേരളത്തിൽ എന്ന് പറയുന്നത് മാത്രമല്ല, BJP വളരെ ശക്തമായി ഇവിടെ ഉണ്ട് എന്നൊരു തോന്നൽ കൂടി ജനങ്ങൾക്കിടയിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളത് തീർച്ചയായിട്ടും മാറിക്കിട്ടി. പക്ഷെ എങ്കിലും ഇപ്പോഴും BJP എന്ന് പറയുന്ന പാർട്ടിയെ മാറ്റി നിർത്തുന്ന കുറെ പേരുണ്ട്. അവരുടെ ഇടയിലേക്ക് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവരെ കൂടെ നിർത്താൻ, ചേർത്ത് പിടിക്കാനൊക്കെ കഴിവുള്ള ഒരാള് ഈ പാർട്ടിയുടെ തലപ്പത്ത് വരണം എന്നുള്ളത്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന മോഡലൊന്നും കേരളത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഉള്ള ഒരു മുന്നേറ്റമല്ല. കാരണം ഉത്തരേന്ത്യ എന്ന് പറയുന്ന കേരളത്തിന് പുറത്ത് BJP വളരുന്നത് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇത് ഇവിടെ ഫലവത്താകണമെന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ചിന്ത വേറെ രീതിയാണ്. ആ ചിന്തകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട്, അതായത് ഗ്രൂപ്പിസം ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി വളരുക. ഗ്രൂപ്പുകൾ ഇപ്പൊ കോൺഗ്രസിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഗ്രൂപ്പിസം ഒക്കെ മാറ്റിക്കൊണ്ട്, ഗ്രൂപ്പ് കളികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി വളരുക എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ അണികൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കൾ ശ്രദ്ധിച്ചാൽ, അണികൾ എന്നതിനപ്പുറം ഇവിടുത്തെ നേതാക്കൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും BJPക്ക് വലിയൊരു മുന്നേറ്റം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് അണികൾക്ക് കൂടി താല്പര്യമുള്ള, ജനങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യമുള്ള ഒരാളെ കൂടി കൊണ്ടുവന്നാൽ കുറച്ചുകൂടി വളർച്ച പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. എന്തായാലും സുരേന്ദ്രൻ മാറും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് ആര് വരും? രാജീവ് ചന്ദ്രശേഖരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് മുഖ്യമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. ആർക്കായിരിക്കും ചാൻസ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും.